ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് കഥാസാഗരത്തിൻ്റെ സമയമാണ്. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും അങ്ങനെ കഥകളിങ്ങനെ ഓരോ എപ്പിസോഡിലൂടെയും കടന്നു വരികയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ കഥ, ഈ ആഴ്ച ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹിമാലയൻ നാടോടിക്കഥയാണ്. കറുത്ത താടിയും വെളുത്ത താടിയും എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഹിമാലയൻ നാടോടിക്കഥ. അപ്പോൾ നമുക്ക് കഥയങ്ങ് ആരംഭിച്ചാലോ? ഇതാ കേട്ടോളൂ. പണ്ട് 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 ഹിമാലയത്തിൽ ഒരു ഗ്രാമത്തിൽ കുപ്രസിദ്ധനായ ഒരു കള്ളനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ മോഷ്ടിക്കാനായി മരണം നടന്ന ഒരു വീട്ടിൽ കയറി. മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായി അപ്പോൾ അവിടെ പുരോഹിതൻ്റെ പ്രസംഗം നടക്കുകയായിരുന്നു. കള്ളനും മറ്റുള്ളവരുടെ കൂടെ കേൾക്കാനിരുന്നു. അപ്പോൾ പുരോഹിതൻ ഇങ്ങനെ പറയുകയായിരുന്നു: ഗരുഡ പുരാണത്തിൽ പറയുന്നത് സത്പ്രവൃത്തികളാണ് നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം നരകതുല്യമായി മാറും. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി എത്രയും വേഗം നല്ല മാർഗം സ്വീകരിക്കുന്നതാണ് ബുദ്ധി. അത് കേട്ട കള്ളന് വല്ലാത്ത പ്രയാസം തോന്നി. കാരണം അയാൾ അന്നേ വരെ ഒരു നല്ല പ്രവൃത്തി പോലും ചെയ്തിരുന്നില്ല. താമസിക്കാതെ തന്നെ തൻ്റെ ജീവിതം നരകതുല്യമാകുമെന്ന ചിന്ത അയാളെ ഭയപ്പെടുത്തി. ആളുകൾ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കള്ളൻ പുരോഹിതൻ്റെ അരികെ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു: ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്കെങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് മോചനം നേടാനാവുക? എനിക്കങ്ങയെ ഉപദേശിക്കാനുള്ള അറിവൊന്നുമില്ല. മലമുകളിൽ വസിക്കുന്ന ഒരു മുനിയുണ്ട്, അദ്ദേഹത്തെ ചെന്ന് കാണൂ. അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാനാകും. പുരോഹിതൻ പറഞ്ഞു. കള്ളൻ മുനിയെ ചെന്ന് കണ്ടു. തൻ്റെ കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. മുനി എല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷം ഒരു കറുത്ത കൊടി കള്ളന് നൽകി. നീ ഈ രാജ്യത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കുളിച്ച് ദർശനം ചെയ്യുക. നീ മുങ്ങുന്ന ഓരോ തീർത്ഥത്തിലും ഈ കൊടിയും മുക്കണം. നിന്റെ പാപം തീരുമ്പോൾ ഈ കൊടിയുടെ നിറം വെള്ളയായി മാറും. അതുവരെ നിന്റെ തീർത്ഥാടനം തുടരുക. കള്ളൻ ഭക്തിയോടെ കൊടിയും വാങ്ങി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. അയാൾ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചു. അവിടെയൊക്കെയുള്ള പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിക്കുകയും കൊടിമുക്കുകയും ചെയ്തു. പക്ഷേ കറുത്ത കൊടിയുടെ നിറത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. കള്ളൻ നിരാശനായി. താൻ ചെയ്ത പാപം ഒരിക്കലും തീരില്ലല്ലോ എന്ന സങ്കടത്തോടെ അയാൾ നാട്ടിലേക്ക് മടങ്ങി. നേരം സന്ധ്യയായപ്പോൾ അയാൾ ഒരു കാട്ടിലെത്തി. രാത്രി കാട്ടിലൂടെ നടക്കാൻ മടിച്ച് അയാൾ ഒരു മരത്തിൽ കയറിയിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ അയാൾ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഒരു യുവതിയെ ഏതാനും കൊള്ളക്കാർ ചേർന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതാണ് അയാൾ കണ്ടത്. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു. കള്ളൻ മരത്തിൽ നിന്നിറങ്ങി കൊള്ളക്കാരുടെ കൂടെ കൂടി. ഇരുട്ടിൽ അവർ അയാളെ തിരിച്ചറിഞ്ഞില്ല. അയാൾ അവരിൽ ഒരാളായി അഭിനയിച്ച് കൂടെ നടന്നു. തരം കിട്ടിയതും കള്ളൻ കൊള്ളത്തലവൻ്റെ ആയുധം കൈക്കലാക്കി അയാളെ വധിച്ചു. താമസിയാതെ കൂട്ടത്തിലുള്ളവരെയും അയാൾ വെട്ടിവീഴ്ത്തി. പേടിക്കേണ്ട, പറയൂ, ആരാണ് നിങ്ങൾ? കള്ളൻ സ്ത്രീയെ ആശ്വസിപ്പിച്ചു. എന്നെ കല്യാണം കഴിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് ഈ കൊള്ളക്കാർ ഞങ്ങളെ ആക്രമിച്ചത്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ അവർ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു. യുവതിയുടെ കൂട്ടത്തിലുള്ളവരിൽ പലർക്കും പരിക്കേറ്റിരുന്നു. അവരെയും യുവതിയെയും അയാൾ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. കള്ളൻ്റെ വീരോചിതമായ പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിച്ചു. ഞങ്ങൾ നിങ്ങളുടെ ഈ സഹായത്തിന് പാരിതോഷികം തരാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വേണ്ടത്? ദയവ് ചെയ്ത് പറഞ്ഞാലും. യുവതിയുടെ അച്ഛൻ കള്ളനോട് അഭ്യർത്ഥിച്ചു. ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു പുണ്യമായി ഞാൻ കരുതുന്നു. കള്ളൻ സന്തോഷത്തോടെ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി. അപ്പോഴാണ് തൻ്റെ കറുത്ത കൊടി കൈമോശം വന്ന വിവരം അയാൾ ശ്രദ്ധിച്ചത്. അയാൾ
കൊള്ളക്കാരുമായി പൊരുതിയ സ്ഥലത്ത് ചെന്ന് നോക്കി. അവിടെ അയാളുടെ കൊടി രക്തത്തിൽ കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നിറം മാറി പട്ടുപോലെ വെളുത്തിരുന്നു. കള്ളൻ അത് കണ്ട് അമ്പരന്ന് നിന്നു. ഉടൻ തന്നെ അയാൾ മുനിയുടെ അടുക്കിലേക്ക് പാഞ്ഞു. അദ്ദേഹത്തോട് നടന്നത് മുഴുവൻ വിവരിച്ചു. എല്ലാ തീർത്ഥങ്ങളിലും കഴുകിയിട്ടും വെളുക്കാത്ത കൊടി എങ്ങനെയാണ് രക്തം പുരണ്ടപ്പോൾ വെളുത്തത്? കള്ളൻ ചോദിച്ചു. മുനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രക്തം പുരണ്ടതുകൊണ്ടല്ല, നിന്റെ പ്രവൃത്തിയിലെ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് ആ കൊടിയുടെ നിറം മാറിയത്. നിസ്സഹായനായ ഒരു സ്ത്രീയുടെ ജീവനും അഭിമാനവും രക്ഷിച്ചതിലൂടെ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. കള്ളന് സന്തോഷം അടക്കാനായില്ല. ശേഷിച്ച കാലം അയാൾ കൂടുതൽ സത്പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചു. ഇത്രയുമാണ് കഥ. നമുക്കെല്ലാവർക്കും ഒരു നീതിബോധമുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ മതങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും, നമ്മുടെ പഠനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു നീതിബോധത്തിന്, നമ്മുടെ ഉള്ളിലുള്ള നീതിബോധത്തിന് വിഘ്നം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നീതിബോധത്തിന് അനുസൃതമല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും. കള്ളന് ആ ഒരു കുറ്റബോധമുണ്ടായത് ഒരു പ്രസംഗം കേട്ടപ്പോഴാണ്, ഒരു സന്യാസിയുടെ പ്രസംഗം കേട്ടപ്പോൾ. അവിടെ നിന്നാണ് ഒരു പരിവർത്തനത്തിനുള്ള ഒരു അതിയായ ആഗ്രഹം ആ മനസ്സുകളിൽ ഉടലെടുത്തത്. പിന്നെ മുനിയെ കാണുന്നു, മാർഗം പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ആ മുനി പറയുന്നതനുസരിച്ച് പല അമ്പലങ്ങളും പല ആരാധനാലയങ്ങളും സന്ദർശിക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിക്കുകയാണ് ഈ കള്ളൻ. പക്ഷേ ഈ കറുത്ത കൊടിയുടെ നിറത്തിനൊരു മാറ്റവും ഉണ്ടായില്ല. കഥയുടെ അവസാനം പറയുന്നത്, രക്തം പുരണ്ടത് കൊണ്ടല്ല, നിന്റെ പ്രവൃത്തിയിലെ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് ആ കൊടിയുടെ നിറം മാറിയത്. നിസ്സഹായയായ ഒരു സ്ത്രീയുടെ ജീവനും അഭിമാനവും രക്ഷിച്ചതിലൂടെ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല പ്രവൃത്തിയിലാണ് കാര്യങ്ങളിരിക്കുന്നതെന്ന് കഥ വ്യക്തമാക്കി തരികയാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നുമല്ല കാര്യം. നല്ല ഉദ്ദേശശുദ്ധിയോടെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാറ്റം നമ്മളിൽ, പരിവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നതെന്നാണ് കഥ നമ്മെ ബോധിപ്പിക്കുന്നത്. അനേകം പേർ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. മണ്ണിനടിയിലായ ശരീരങ്ങൾ പുറത്തു കൊണ്ടുവരാനും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനും മൃഗങ്ങളെ രക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ. അവരൊക്കെ വലിയ യഥാർത്ഥ പുണ്യപ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തതയോടെ കഥ പ്രവൃത്തിയുടെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവൃത്തിയാണ് ഏറ്റവും വലുത്, നന്മ പ്രവൃത്തിയാണ് ഏറ്റവും വലുത്. അതാണ് മനസ്സിൻ്റെ സന്തോഷത്തിന് നന്ന് എന്ന് നമ്മളെ കഥ പഠിപ്പിക്കുന്നു. വളരെ ലളിതമായ കഥ. ഒരു മനുഷ്യന് മാറ്റം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു കൊലപാതകിയോ ഒരു കള്ളനോ അല്ലെങ്കിൽ എന്തുമാകട്ടെ, ഒരു തിന്മ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ലേബിൾ ചെയ്യപ്പെട്ട വ്യക്തികളുണ്ട്. അവർക്കൊക്കെ മനസ്സിൻ്റെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഒരു മാറ്റം സംഭവിക്കാം. ചില വാക്കുകളായിരിക്കാം, ചിലപ്പോൾ ചില കാഴ്ചകളായിരിക്കാം, ചിലപ്പോൾ ചിലരുടെ പ്രവൃത്തികളായിരിക്കാം, ചില ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയമായിരിക്കാം. ഈ പറഞ്ഞ കണക്ക് മതങ്ങളൊക്കെ ഈ നരകവും സ്വർഗമൊക്കെ വിവരിക്കാറുണ്ട്. അതൊക്കെ കേട്ടിട്ടൊക്കെ ഉള്ളൊരു ഭയമൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയില്ല ഈ നരകവും സ്വർഗമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ എന്നാൽ കൂടി ആ വർണ്ണനയൊക്കെ ഇട്ട് ചിലപ്പോൾ ഒരു ഭയത്തിലൊക്കെ ചിലപ്പോൾ ചിലർ ഇനി കുറച്ച് നാൾ നല്ലത് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കാറുണ്ട്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരം പരിവർത്തനങ്ങളാവണം. ആന്തരികമായ മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഒക്കെ ഇത് സംഭവിക്കണം. ഭരണതലത്തിലുമെല്ലാം ഇനി നമുക്ക് നല്ലത് ചെയ്യാം എന്നൊക്കെ ചില ആഗ്രഹങ്ങൾ വരുമ്പോഴാണ്, എല്ലാവരും കൂട്ടായി ചില ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴാണ് രാജ്യത്തിന് വികസനം ഉണ്ടാകുന്നത്. ഈ കഥയിലിങ്ങനെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നത് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ കണക്കൊരു വാർത്ത കടന്നു വന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നൊരു കണക്കാണ്. മധ്യപ്രദേശിൽ 3 വർഷത്തിനിടെ കാണാതായത് 31,000 സ്ത്രീകളെയാണ്, അതായത് കുട്ടികൾ ഉൾപ്പെടെ. അവിടുത്തെ നിയമസഭയിലെ ചോദ്യത്തിന് ഉത്തരമായി അവിടുത്തെ സർക്കാർ തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. 28,857 സ്ത്രീകളെയും 2,944 പെൺകുട്ടികളെയുമാണ് 3 വർഷത്തിനിടെ കാണാതായത്. 2021 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് ഇത്രയും പേരെ കാണാതായത്. ഒരു നിയമസഭയിലെ ഒരു ചോദ്യത്തിന് കിട്ടിയൊരു മറുപടിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. പ്രതിദിനം 28 സ്ത്രീകളെയും 3 പെൺകുട്ടികളെയും കാണാതാവുന്നുണ്ട്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 724 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഉജ്ജയിനിയിൽ മാത്രം 34 മാസത്തിനിടെ 674 പേരെ കാണാതായി. കേസൊന്നും കാര്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സാഗർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതായത്, 245 പേർ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണാതായത് ഇൻഡോറിലാണ്, 2384. ഒരു മാസത്തിനിടെ ഇൻഡോറിൽ കാണാതായത് 428 സ്ത്രീകളെയാണ്. ഇത്രയും പേരെ കാണാതായെങ്കിലും 15 കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു പത്രത്തിൽ വന്ന കണക്കാണ്. ഞാനിവിടെ സ്ത്രീകളുടെ തട്ടിക്കൊണ്ടുപോക്കലിനെ കുറിച്ച് കഥയെ പറഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ അല്ലേ, എല്ലായിടത്തും ഒരു മാറ്റം, അല്ലേ, മനസ്സിൻ്റെ മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. അത് പറയാനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ പറച്ചിൽ ഇവിടെ നിർത്തിയാലോ? വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു, ബോണി.